Good morning, all. Good morning, ma'am. Morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ, മിസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുറച്ചേരം ജോയിൻ ചെയ്യുന്നുണ്ട്. ക്ലാസ് തുടങ്ങി. കാറ്റഗറി നമ്പർ 1 വരെയാണ് അല്ലെ പറഞ്ഞത്. കാറ്റഗറി 1 വരെയല്ലേ പറഞ്ഞത്? സോർട്ട് ചെയ്യുന്നതില് ഫസ്റ്റ് കാറ്റഗറി ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ലെ. അർജന്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ആർക്കൊക്കെയാണ് ആവശ്യം അവരെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ 1 ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് മിസ് ഓൾ മ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 2 വരുന്നത് ആരൊക്കെയാണെന്ന് നോക്കിയേ. ഡിലൈഡ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിന്റെ അത്ര ഇമ്പോർട്ടൻസ് അവർക്കില്ല. അതിലും കുറച്ചുകൂടി ഡിലേ ആയാലും പ്രശ്നമില്ല എന്നുള്ള പേഷ്യൻസിനെയാണ് കാറ്റഗറി നമ്പർ 2 ഉൾപ്പെടുത്തുന്നത്. ഇവര് അപ്രോക്സിമേറ്റ്ലി ഒരു 40% ഓഫ് പീപ്പിൾസ് അതായത് പേഷ്യൻസും ഇങ്ങനെയുള്ള ആളുകളായിരിക്കും ഡിലേഡ് ട്രീറ്റ്മെന്റ് അല്ലെ കാറ്റഗറി നമ്പർ 2 ഉൾപ്പെടുന്നവരായിരിക്കും. ഇവർക്ക് സെക്കൻഡ് പ്രയോറിറ്റി 2 ആണ് ഇവർക്ക് നൽകുന്നത്. ഇവര് ആരൊക്കെയാണെന്ന് നോക്കിയേ. ഫ്രാക്ചർ അല്ലെ. എന്താണ് നമുക്ക് എല്ലുകൾക്ക് ബോൺസിന് ഫ്രാക്ചർ സംഭവിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ഒടിവുകള്. ഡിസ്ലൊക്കേഷൻ അല്ലെ, സ്ഥാനഭ്രംശം സംഭവിക്കുക അല്ലെ. നമ്മുടെ എല്ലുകൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുമ്പോഴേക്കും ഡിസ്ലൊക്കേഷൻ ഒക്കെ സംഭവിക്കുക അല്ലെ ആണോ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് നമ്മുടെ ബോൺസിന് എല്ലുകൾക്ക് ഫ്രാക്ചർ ഒടിവുകൾ സംഭവിക്കുന്നവരോ അതല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്നതോ ആയ ആളുകളാണ് കാറ്റഗറി നമ്പർ 2 ഉൾപ്പെടുത്തുന്നത്. പിന്നെ കൂടാതെ ആര് ഉൾപ്പെടുന്നുണ്ട്? അബ്ഡോമൻ ഇഞ്ചുറീസ് ടു അബ്ഡോമൻ. നമ്മുടെ വയറിന് എന്തെങ്കിലും ഇഞ്ചുറീസ് സംഭവിക്കില്ലേ? ചെറിയ രീതിയിലുള്ള ഒരുപാട് മേജർ ആയിട്ടുള്ള ഇഞ്ചുറീസ് അല്ല, അങ്ങനെയുള്ള ഒരു ഇഞ്ചുറീസ് പരിക്കുകൾ പറ്റുന്നവര് കാറ്റഗറി നമ്പർ 2 ഉൾപ്പെടുന്നത്. പിന്നെ തൊറാക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ കഴുത്തിന്റെയും വയറിന്റെ ഇടയിലുള്ള ഒരു സ്ഥലം, ഒരു പ്ലേസ് ഇല്ലേ, ഒരു സ്ഥാനം. നമ്മൾ നെഞ്ചെന്ന് പറയും ആ ഒരു ഭാഗത്തിന്. ആണോ? അങ്ങനെയാണോ പറയാറ്? നെഞ്ചെന്നല്ലേ പറയാറ്? ചെസ്റ്റ് അല്ലേ? അപ്പൊ ആ ഒരു തൊറാക്സിന് എന്തെങ്കിലും ഡാമേജുകൾ സംഭവിക്കുമല്ലോ, അവിടുത്തെ ആ ഭാഗത്തെ എന്തെങ്കിലും എല്ലുകൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഡാമേജുകൾ സംഭവിക്കുന്ന ആളുകളും കാറ്റഗറി നമ്പർ 2 വരുന്നത്. പിന്നെ യൂറോജെനിറ്റൽ ട്രാക്ട് എന്ന് പറയുന്നത് നമ്മുടെ യൂറിനറി സിസ്റ്റം ഇല്ലേ, നമ്മുടെ യൂറിനറി സിസ്റ്റത്തിനോ അതല്ലെങ്കിൽ ജെനിറ്റൽ സിസ്റ്റത്തിനോ എന്തെങ്കിലും ഡാമേജ്. ഇപ്പൊ യൂറിനറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാഡർ, യുറേന്ദ്ര അതൊക്കെ ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള ബ്ലാഡറിനോ യുറേന്ദ്രക്കോ യുറൈറ്റേഴ്സിനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഭാഗത്തിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിക്കുകൾ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി സംഭവിക്കുന്ന ആളുകളൊക്കെ കാറ്റഗറി നമ്പർ 2 ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്കൾ ബ്രെയിൻ 2 and 3 ഡിഗ്രി ബേർഡ്സ്. നമ്മുടെ സ്കളിന് അല്ലെ, തലയോട്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ തലച്ചോറിനോ 2 മുതൽ 3 ഡിഗ്രി വരെ എന്ത് ചെയ്യാ പൊള്ളലേൽക്കുന്ന പേഷ്യൻസ് ഒക്കെ കാറ്റഗറി നമ്പർ 2 ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റത്തെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അർജന്റ് കെയർ കൊടുക്കേണ്ടവർ അല്ലെ, എമർജൻസി കെയർ കൊടുക്കേണ്ടവരാണ് കാറ്റഗറി നമ്പർ 1 ഉൾപ്പെടുന്നത്.
നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 2 ഡിലേഡ് ട്രീറ്റ്മെന്റ്. എന്താണ് നമ്മുടെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിന്റെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, അതിലും കുറച്ച് ഒരു ഇത്തിരി ഡിലേ ആയാലും പ്രശ്നമില്ല എന്നുള്ള പേഷ്യൻസ് ആണ് കാറ്റഗറി നമ്പർ 2 വരുന്നത്. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 3 അപ്പൊ ഏത് പേഷ്യൻസ് ആയിരിക്കും ഉൾപ്പെടുത്തുന്നത്? കാറ്റഗറി നമ്പർ 3 ആരായിരിക്കും? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്, സെക്കൻഡ് പറഞ്ഞു ഡിലേഡ് ട്രീറ്റ്മെന്റ് അല്ലെ. കാറ്റഗറി നമ്പർ മിനിമം ട്രീറ്റ്മെന്റ് അല്ലെ. ചെറിയ മുറിവുകളൊക്കെ പറ്റുമല്ലോ, ചെറിയ ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. മിനിമം ട്രീറ്റ്മെന്റ് ആവശ്യം ചെറിയ രീതിയിൽ വൂൺസുകള്, അപ്പൊ ചെറിയ രീതിയിലുള്ള മുറിവുകൾ പറ്റുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ കാറ്റഗറി 3 ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അതില് അപ്രോക്സിമേറ്റ്ലി ഒരു 40% പേഷ്യൻസും മിനിമൽ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ളവരായിരിക്കും. ഇവർക്ക് എന്താണ് പ്രയോറിറ്റി 3 മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് പ്രയോറിറ്റിയാണ് ഇവർക്ക് നൽകുന്നത്. ഇവരാരൊക്കെയാണെന്ന് നോക്കിയേ, മൈനർ വൂൺസിലെ ചെറിയ രീതിയിൽ മൈനർ ആയിട്ടുള്ള മുറിവുകൾ പറ്റിയവര്, സ്മോൾ ഫ്രാക്ചർ ചെറിയ ഒടിവുകള് അല്ലെങ്കിൽ സ്പ്രെയിൻ കുളുക്കുകൾ സംഭവിക്കില്ലേ, ബോൺസിനെ കുളുക്കുകൾ സംഭവിക്കുന്നവര്, അവരൊക്കെയാണ് കാറ്റഗറി നമ്പർ 3 വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ കാറ്റഗറി നമ്പർ 4 ആരായിരിക്കും? കാറ്റഗറി നമ്പർ 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ലെ, കാറ്റഗറി 2 ഡിലൈഡ് ട്രീറ്റ്മെന്റ്, കാറ്റഗറി 3 മിനിമൽ ട്രീറ്റ്മെന്റ്. അപ്പൊ കാറ്റഗറി നമ്പർ 4 ആരായിരിക്കും വരുന്നത്? എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ് അല്ലെ, നോ ചാൻസ് ടു സർവൈവൽ അല്ലെ. എന്താണ് ജീവിക്കാൻ പ്രതീക്ഷയില്ലാത്തത് അല്ലെ. നമ്മ അൺസ്ലാവേജബിൾ കേസുകൾ എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. എന്താണ് ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്താൽ അല്ലെ, എന്തൊക്കെ ചികിത്സകൾ കൊടുത്താലും നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത പേഷ്യൻസ്, പിന്നെന്താണ് മരിച്ച ആളുകൾ അല്ലെ, ഡിസാസ്റ്റർ സംഭവിച്ച സ്ഥലത്ത് നിന്ന് മരണപ്പെട്ട ആളുകളെ കൊണ്ടുവരാലോ, ഡൈയിങ് കേസസ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് കാറ്റഗറി നമ്പർ 4 ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ് എന്താണ്? ഡൈയിങ് ഓർ ഇൻജുവേർഡ് വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ. എന്താണ് മരിച്ചവര്, അതല്ലെങ്കിൽ എന്താണ് സർവൈവ് ചെയ്യും അല്ലെ, രക്ഷപ്പെടുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത മുറിവുകൾ പറ്റിയ ആളുകളൊക്കെയാണ് കാറ്റഗറി നമ്പർ 4 വരുന്നത്. നെക്സ്റ്റ് നോക്കാലോ. അപ്പൊ ഈ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തില്, ഈ ഇമ്പോർട്ടൻസിന്റെ അടിസ്ഥാനത്തില് നമ്മൾ പേഷ്യൻസിന് എന്ത് കൊടുക്കുന്നുണ്ട്? ടാഗിങ് കൊടുക്കുന്നുണ്ട്. അതാരൊക്കെയാന്ന് നോക്കിയേ, പ്രയോറിറ്റി ടാഗിങ്, പ്രയോറിറ്റി ഫോർ റിമൂവിങ് പേഷ്യൻസ് ഫ്രം ഡിസാസ്റ്റർ സൈറ്റ്. നമ്മ ഈ ഡിസാസ്റ്റർ നടന്ന സ്ഥലത്ത് നിന്ന് ഈ പേഷ്യൻസിനെ മാറ്റുമല്ലോ, ആംബുലൻസിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരില്ലേ. അപ്പൊ ഈ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തില് അവർക്ക് ടാഗ് ചെയ്താണ് നമ്മൾ സോർട്ട് ചെയ്തിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതെങ്കിലോ അവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാലോ, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ലേ? നിങ്ങൾ ന്യൂസിൽ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ, മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടോ ഈ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് ആളുകളെ സോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? അപ്പൊ എന്താണ് പ്രയോറിറ്റി ഫോർ റിമൂവിങ് പേഷ്യൻസ് ഫ്രം ഡിസാസ്റ്റർ സൈറ്റ്. ഡിസാസ്റ്റർ സൈറ്റിൽ നിന്ന് പേഷ്യൻസിനെ റിമൂവ് ചെയ്യണം അല്ലെ, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഡിസാസ്റ്റർ സൈറ്റിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് അവർക്ക് കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഓക്കെ, ക്രിട്ടിക്കൽ പേഷ്യൻസ് അല്ലെ, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ളവര്, എമർജൻസി സിറ്റുവേഷനിലുള്ള പേഷ്യൻസിന് എങ്ങനെയാണ് നമ്മൾ ടാഗ്, ഏത് കളർ ടാഗ് ആണ് കൊടുക്കുന്നത്? റെഡ് ടാഗ് അല്ലെ, അവർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അർജന്റ് പേഷ്യൻസ്. നമ്മൾ പറഞ്ഞില്ലേ ഡിലേഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞില്ലേ കുറച്ച് പേഷ്യൻസിന് പറഞ്ഞിട്ട്, ഡിലേഡ് പേഷ്യൻസ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആളുകൾ അല്ലെ. അപ്പൊ അവരൊക്കെയാണ് നമ്മുടെ അർജന്റ് പേഷ്യൻസ്. അവർക്ക് ഏത് കളർ ടാഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? യെല്ലോ ടാഗ്. അവർക്ക് സെക്കൻഡ് പ്രയോറിറ്റി ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വാക്കിംഗ് വൂണ്ടഡ് അല്ലെ, മിനിമം ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ, ചെറിയ ചെറിയ ഇഞ്ചുറീസ്, ഫ്രാക്ചർ അല്ലെ, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്
എന്താണ് നമ്മുടെ 3 വരുന്നത്. അവർക്ക് ഗ്രീൻ ടാഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് മൂന്നാമത്തെ പ്രയോറിറ്റി, മൂന്നാമതാണ് അവർക്ക് പ്രാധാന്യം നൽകുന്നത്. നെക്സ്റ്റ് ഡെഡ്, എനി ഡൈയിങ് എന്നാൽ ഒന്നിൽ മരിച്ചവർ അല്ലെങ്കിൽ എന്താണ് മരിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെ, സ്ലാവേജബിൾ കേസ് പോലെ മരിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെ. അപ്പൊ അവർക്ക് ഏത് കളർ ടാഗ് ആണ്? ബ്ലാക്ക് ടാഗ് അല്ലെ. അവർക്കായിരിക്കും ലാസ്റ്റ് പ്രയോറിറ്റി. അവരെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കണോ? മരിച്ചവർക്ക് വീണ്ടും ട്രീറ്റ്മെന്റ് ചികിത്സകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണോ? വേണ്ട അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു അടിസ്ഥാനത്തിൽ അവരെ നമുക്ക് എന്ത് ചെയ്യണം? ഈ റെഡ് ടാഗ്, നമുക്ക് ഈ റെഡ് ടാഗ് ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ അറിയാം അല്ലെ, അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവർക്ക് കൂടുതൽ അല്ലെ പെട്ടെന്ന് എമർജൻസി ആയിട്ടുള്ള പരിചരണം കൊടുക്കണം എന്ന് നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ ആ ടാഗ്? ആ ഒരു പേഷ്യൻസ് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്ന് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്താണ് ഡിസാസ്റ്റർ സൈറ്റിൽ നിന്ന് ഈ ഒരു ടാഗിങ് കൊടുത്തിട്ട് അവരെ റിമൂവ് ചെയ്യുന്നത്. ക്ലിയർ ആയോ അത് ടാഗിങ്? നെക്സ്റ്റ് പറയുന്നത് സ്റ്റാർട്ട്. നമ്മുടെ ഇതില് ട്രയേജില് തന്നെ പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിനെ പറയുന്നത് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്നാണ്. സിമ്പിൾ ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ട്രയേജ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യാണ്? പേഷ്യൻസിനെ സോർട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? അവർക്ക് വേഗത്തിലുള്ള റാപ്പിഡ് ട്രീറ്റ്മെന്റ് അല്ലെ, വേഗത്തിലുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. സ്റ്റാർട്ടിന്റെ ചോദിക്കാട്ടോ, സ്റ്റാൻഡ്സ് ഫോർ എന്നാ ഇൻഡിക്കേറ്റ്സ് എന്നാ പറഞ്ഞ് ചോദിക്കാട്ടോ. എന്താണ് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്? ഇതെന്താണ്? is the method of quickly recognizing victim who have immediately life-threatening injuries and who have the best chance of surviving. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? is the method അല്ലെ, ഇതൊരു മെത്തേഡ് ആണ് അല്ലെ, ഇതൊരു രീതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? quickly recognizing victim who have immediately life-threatening injuries അല്ലെ. ആർക്ക് എന്താണ്? തിരിച്ചറിയുന്നതിന് വേണ്ടി, റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ആരെ? വിക്ടിംസ് who have immediately life-threatening injuries. ആർക്കൊക്കെയാണ് ജീവൻ അപകടത്തിൽപ്പെടുന്ന ഇഞ്ചുറീസ്, പരിക്കുകൾ പറ്റിയത് അല്ലെ. റെഡ് ടാഗ് കാണുമ്പോൾ നമുക്കറിയാലോ ഇവർക്ക് എന്താണ് ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ് ആണെന്ന് നമുക്ക് ആ റെഡ് ടാഗ് കാണുമ്പോൾ അറിയാലോ. അറിയാൻ പറ്റുമോ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ എന്താണ് ജീവൻ അപകടത്തിൽപ്പെടുന്ന ഇഞ്ചുറീസ്, പരിക്കുകൾ പറ്റിയ പേഷ്യൻസ് അല്ലെ, വിക്ടിംസ്, സാക്ഷികൾ ആരൊക്കെയാണ് എന്ന് അറിയുന്നതിന് വേണ്ടി. ആൻഡ് കൂടാതെ who have the best chance of surviving, ആരാണ് കൂടുതൽ സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ളത് അല്ലെ, രക്ഷപ്പെടാൻ ആർക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സ്റ്റാർട്ട്. ക്ലിയർ ആയോ? ആർക്കാണ് ജീവൻ അപകടത്തിൽപ്പെടുന്ന പരിക്കുകൾ പറ്റിയത്, പിന്നെന്താ പറയുന്നത്, ആരാണ് അല്ലെ എന്താണ് രക്ഷപ്പെടാൻ, സർവൈവ് ചെയ്യാൻ അല്ലെ, രക്ഷപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളത് എന്ന ആളുകളെ, എന്ന പേഷ്യൻസിനെ തിരിച്ചറിയുന്നതിനുള്ള ഒരു രീതി, ഒരു മെത്തേഡാണ് സ്റ്റാർട്ട്. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. ക്ലിയർ ആയോ? നമുക്കറിയാം നമ്മ ഈ സ്റ്റാർട്ടില് സിമ്പിൾ ട്രയേജ് കൊടുക്കുമ്പോ അല്ലെ, സോർട്ട് ചെയ്യുമ്പോ അവർക്ക് ടാഗിങ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ടാഗിന്റെ കളർ കാണുമ്പോ നമുക്കറിയാലോ, ഗ്രീന് അല്ലെങ്കിൽ യെല്ലോ കളറ്, ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ കളർ ടാഗ് ആണെങ്കിൽ എന്താണ്, അവര് സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ള പേഷ്യൻസ് ആണ് അല്ലെ, രക്ഷപ്പെടാൻ ചാൻസ് ഉള്ള പേഷ്യൻസ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ, പിന്നെ റെഡ് കളർ കാണുമ്പോ അറിയാം അല്ലെ, അവർക്ക് ജീവൻ അപകടത്തിൽപ്പെടുന്ന ഇഞ്ചുറീസ് ആണ് സംഭവിച്ചത് അല്ലെ, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായ ആളുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സ്റ്റാർട്ട്. ക്ലിയർ ആയോ? ഈ സ്റ്റാർട്ട് പല സ്റ്റെപ്പുകളായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഈസ് ടു sort out victim into ambulatory and non-ambulatory by giving verbal instructions. നമുക്ക് ഔട്ട് പേഷ്യന്റ് സർവീസിന് വേണ്ടി കൊണ്ടുവരുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ
വാക്കിംഗ് വൂണ്ടഡ് എന്നൊക്കെ പറഞ്ഞാല് അവര് ക്രിട്ടിക്കൽ ആയിട്ട് കൊണ്ടുവരുന്ന ആ പേഷ്യൻസ് ആയിരിക്കോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസ് ആയിരിക്കോ? ആയിരിക്കോ? അല്ല അല്ലെ? അപ്പൊ എന്താണ്? അപ്പൊ നമുക്ക് എന്താണ് നോൺ ആംബുലേറ്ററി ആയിട്ടോ അല്ലെങ്കിൽ ആംബുലേറ്ററി കെയേഴ്സിൽ അല്ലെ അങ്ങനെയുള്ള പേഷ്യൻസിനെ എന്താണ് സോർട്ട് ഔട്ട് ചെയ്യുന്നതിനുള്ള അല്ലെ അങ്ങനെയുള്ള വിക്ടിംസിനെ എന്താണ് ഈ ഡിസാസ്റ്റർ ബാധിച്ച ആളുകളെ ഇരകളെ അല്ലെ പെട്ടെന്ന് എന്താണ് അവരെന്താ ചെയ്യുന്നത്? ബൈ ഗിവിംഗ് വെർബൽ ഇൻസ്ട്രക്ഷൻസ്, അവർക്ക് വെർബൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് ഔട്ട് പേഷ്യന്റിലെ ആംബുലൻസ് ഫെസിലിറ്റീസിൽ അല്ലെ പിന്നെ കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരില്ലേ? ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് സർവീസുകളാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്താണ് അവർക്ക് വെർബൽ ആയിട്ടുള്ള നമ്മ വായ്മൊഴിയിലൂടെ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ സോർട്ട് ഔട്ട് ചെയ്യുക, തരംതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് എന്താ ചെയ്യുന്നത്? റെസ്പിറേഷൻ അല്ലെ നമ്മുടെ റെസ്പിറേഷൻ നോക്കുന്നുണ്ട്. നമ്മുടെ നോർമൽ റെസ്പിറേഷൻ റേറ്റ് എങ്ങനെയാണ് ഒരു അഡൾട്ടിന്റെ? അറിയോ? 12 to 20 ആണ് നമ്മുടെ നോർമൽ റെസ്പിറേഷൻ റേറ്റ്. നമ്മുടെ നോർമൽ ബ്രീത്തിങ് റേറ്റ് 12 to 20 ആണ്. അപ്പൊ എന്ത് നോക്കുന്നുണ്ട്? നമ്മുടെ റെസ്പിറേഷൻ എങ്ങനെയാണ് അല്ലെ ഗ്രേറ്റർ ദാൻ 30 ആണോ ലെസ് ദാൻ 30 ആണോ എന്ന് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർഫ്യൂഷൻ. പെർഫ്യൂഷൻ എന്ന് പറഞ്ഞാല് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ് ഇല്ലേ, ബ്രീത്തിങ് ശ്വസനം. പിന്നെ പെർഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബോഡിയിലെ ബ്ലഡിന്റെ പാസേജ് ഇല്ലേ, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ നടക്കണം അല്ലെ വേണ്ടേ? എന്നാലല്ലേ നമുക്ക് കറക്റ്റ് രീതിയിൽ ജോലികൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു ബ്ലഡ് സർക്കുലേഷന്റെ കറക്റ്റ് രീതിയിലുണ്ട്, ബ്ലഡിന്റെ ഫ്ലോ ശരിയായ രീതിയിലാണോ എന്ന് നോക്കുന്നതാണ് പെർഫ്യൂഷൻ. അതിൽ രണ്ട് കാര്യങ്ങളാണ് ഈ പെർഫ്യൂഷനിൽ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ റേഡിയൽ പൾസ് പ്രസന്റ് ഓർ നോട്ട്. എന്താണ് റേഡിയൽ പൾസ് എങ്ങനെയാ നോക്കുന്നത്? കണ്ടിട്ടുണ്ടോ? ഡോക്ടേഴ്സ് നമ്മുടെ കയ്യമ്മ അല്ലെ ഇവിടെ പിടിച്ചു നോക്കാറുണ്ടോ റേഡിയൽ പൾസ് ഒക്കെ ഇല്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ റേഡിയൽ പൾസ് പ്രസന്റ് ആണോ, അപ്പൊ നിലവിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നുണ്ട്. കൂടാതെ കാപ്പിലറി റീഫിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ നെഗമില്ലേ ഇവിടെ നെഗം, അതും ഇങ്ങനെ കുറച്ചു നേരം ഒന്ന് നമ്മ പ്രസ് ചെയ്ത് പിടിച്ചാൽ എന്താ നമുക്ക് സംഭവിക്കാം? ഒരു കുറച്ചു നേരം നമ്മ ഇത് ഇവിടെ ഇങ്ങനെ ഈ നെയിലുമ്മ പ്രസ് ചെയ്ത് പിടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നിൽക്കോ? ബ്ലഡ് സർക്കുലേഷൻ സ്റ്റോപ്പ് ആവോ? നമ്മ ആ ഒരു ഇല്ലേ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ സ്റ്റോപ്പ് ആവും അല്ലെ? സ്റ്റോപ്പ് ആയി കഴിഞ്ഞിട്ട് നമ്മ മുറുക്കി പിടിച്ചത് നമ്മ വിട്ടു കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ വരില്ലേ? ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലെങ്കിൽ എന്താണ്? നമ്മ വിട്ടുമ്പോ തന്നെ നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് ബ്ലഡ് വരില്ലേ? നമ്മിത് ഇങ്ങനെ മുറുക്കി പിടിച്ചു കഴിയുമ്പോ നമ്മുടെ ഈ ഭാഗത്ത് പെട്ടെന്ന് വിട്ട് കഴിയുമ്പോ നമ്മുടെ അവിടുത്തെ കളർ എന്തായിരിക്കും? വൈറ്റ് ആയിരിക്കും അല്ലെ? ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഏരിയയിലെ കളർ എന്തായിരിക്കും? വൈറ്റ് ആയിരിക്കും. നമ്മൾ വിട്ട് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡിന്റെ ഉള്ളിൽ അവിടുത്തെ കളർ എന്തായി മാറും? റെഡ് ആയി മാറും അല്ലെ? അപ്പൊ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ശരീരത്തില് കറക്റ്റ് രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്. ഒരുപാട് ബ്ലഡ് പോയിട്ടുള്ള ആളുകൾക്കാണെങ്കിലോ അപ്പൊ ഇഞ്ചുറീസ് ഒക്കെ പറ്റി ഒരുപാട് ബ്ലഡ് ലോസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ബ്ലഡ് സർക്കുലേഷൻ അങ്ങനെ വരുമോ കറക്റ്റ് രീതിയിൽ? 2 സെക്കൻഡിനുള്ളിൽ ഇല്ല അല്ലെ? അപ്പൊ നമ്മുടെ ശരീരത്തില് ബ്ലഡിന്റെ പാസേജ് അറിയാനായിട്ടാണ് കാപ്പിലറി റീഫിൽ ടെസ്റ്റ് നടത്തുന്നത്. ക്ലിയർ ആയോ? അത് കേട്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും അങ്ങനെ ഒരു ടെസ്റ്റ്? ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? വൈറ്റ് ടു റെഡ് ഇൻ 2 സെക്കൻഡ്. 2 സെക്കൻഡും കൊണ്ട് ആ വൈറ്റ് എന്തായി മാറണം? റെഡ് കളറായി മാറണം അല്ലെ?
നെക്സ്റ്റ് മെന്റൽ സ്റ്റാറ്റസ്. ഒരാളുടെ മെന്റൽ സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെയാണ് അളക്കാൻ സാധിക്കുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മ പറയുന്ന നിർദ്ദേശങ്ങൾ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് അവർ കറക്റ്റ് രീതിയിൽ പ്രതികരിക്കുന്നുണ്ടോ അല്ലെ, അല്ലെങ്കിൽ നമ്മ പറയുന്ന കമാൻഡ്സുകൾ നിർദ്ദേശങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ. ഇപ്പൊ എന്തെങ്കിലും നമുക്ക് തലടിച്ച് വീഴ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡോക്ടർ ചോദിക്കാറുണ്ടല്ലോ, പേരൊക്കെ ചോദിക്കാറുണ്ടല്ലോ, ആ പേഷ്യന്റിന്റെ അടുത്ത് തന്നെ ചോദിക്കും അല്ലെ, പേര് ചോദിക്കും, സ്ഥലം ചോദിക്കും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ആ കറക്റ്റ് മെന്റൽ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്. അപ്പൊ നെക്സ്റ്റ് നോക്കിയേ, മെന്റൽ സ്റ്റാറ്റസ് whether he or she can follow എന്നാണ് കേട്ടോ, ഫ്ലോ അല്ല ഫോളോ, കമാൻഡ്സ് ഒരു ഓയും കൂടി ഉണ്ട്, FOLOW. എന്താണ്? ചിലപ്പോ ആ ഒരു ഇൻസിഡന്റ് സംഭവിച്ചതാണ് ആവാം അല്ലെ, ചിലപ്പോ ഫീമെയിൽ ആവാം അല്ലെ. അപ്പൊ അവരെന്താണ് ഈ ഡോക്ടർ പറയുന്ന അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് പറയുന്ന കമാൻഡ്സുകൾ ഫോളോ ചെയ്യുന്നുണ്ടോ, പാലിക്കുന്നുണ്ടോ? ട്രീറ്റ്മെന്റ്, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ട്രീറ്റ്മെന്റ് ഡ്യൂറിങ്, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ നമ്മ പറയുന്ന കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കറിയാലോ, അവർക്ക് മെന്റലി അവർക്ക് എന്തൊക്കെയോ ഡിസ്റ്റർബൻസുകൾ ഉണ്ട് അല്ലെ, എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാലോ. ഇപ്പൊ തലടിച്ച് ഹെഡ് ഇഞ്ചുറീസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോ അവർക്ക് നമ്മ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ പറയുന്ന കമാൻഡ്സുകൾ അവർ പാലിച്ചില്ലെങ്കിൽ ഫർദർ എന്തായിരിക്കും ചെയ്യുന്നത്? സ്കാനിങ്ങുകൾ ചെയ്യും അല്ലെ, അങ്ങനെയല്ലേ ചെയ്യാറ് പൊതുവെ. സ്കാനിങ്ങുകള്, ഫർദർ ടെസ്റ്റുകളും ട്രീറ്റ്മെന്റുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എന്താണ് അവര് ഫോളോ കമാൻഡ്സുകൾ, ഇവർ പറയുന്ന കമാൻഡ്സുകൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ട്രീറ്റ്മെന്റ് ഡ്യൂറിങ് അതിനനുസരിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് സ്റ്റാർട്ടില് ഓപ്പൺ ദി എയർവേ. ചില സമയത്ത് നമ്മുടെ വായുസഞ്ചാര മാർഗം ബ്ലോക്ക് ആവാം അല്ലെ, നമുക്ക് ശരിയായ രീതിയിൽ ബ്രീത്തിങ്ങിന് പറ്റില്ലല്ലോ, ബ്രീത്തിങ്ങിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം അല്ലെ, എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ ഇഞ്ചുറീസ് ഒക്കെ പറ്റുമ്പോൾ നമ്മ എയർവേ ബ്ലോക്ക് ആയിട്ട് നമുക്ക് ശരിയായ രീതിയിൽ റെസ്പിറേഷന് ശ്വസനത്തിന് പറ്റുമോ? നമുക്ക് പെട്ടെന്ന് ഒരു എക്സാമ്പിൾ പോലെ മിസ് പറഞ്ഞുതരാം. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഷോക്ക് വരാണ്, ഷോക്ക് നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് ഒന്ന് പേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ റെസ്പിറേഷൻ, നമ്മുടെ ശ്വസനം ശരിയായ രീതിയിൽ നടക്കാറുണ്ടോ? ചിലപ്പോ ബ്രീത്തിങ് ഒരുപാട് കൂടുതലായി പോകും അല്ലെ, നമ്മൾ പെട്ടെന്ന് അല്ലെ, അതല്ലെങ്കിൽ ഉണ്ടാവും ഒരുപാട് സ്ലോ, ഹാർട്ട് ബീറ്റ് കൂടും അല്ലെ, പല ബുദ്ധിമുട്ടുകളും വരാലോ, ഹാർട്ട് ബീറ്റ് കൂടാം അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ എയർവേ ആദ്യം തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റുകൾ പറ്റിയിട്ട് കൊണ്ടുവരുമ്പോൾ അവരുടെ എയർവേ ഓപ്പൺ ചെയ്യും. അപ്പൊ എയർവേ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ട എക്യുപ്മെന്റുകൾ ഉണ്ട് കേട്ടോ. എയർവേ എന്നുള്ളത് തന്നെയാണ് ആ എക്യുപ്മെന്റിന്റെ പേര്. നമ്മുടെ വായുവിന്റെ ഒരു കുടലിട്ട് കാണിട്ട് നമ്മുടെ വായു സഞ്ചാര മാർഗം അവര് ഓപ്പൺ ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇപ്പൊ എന്തെങ്കിലും ഇഞ്ചറീസ് ഒക്കെ പറ്റുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം അല്ലെ, അമിതമായ രക്തസ്രാവം ഉണ്ടാവുമല്ലോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യണ്ടേ? ആ ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യണം അല്ലെ. രണ്ടാമത്തെന്ന് പറയുന്നത് എന്താണ്? സ്റ്റോപ്പ് ദ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഇപ്പൊ എന്താണ്, ചില പേഷ്യൻസിന് നമുക്ക് അവരെ കാലൊക്കെ ഇതായിട്ട് നമുക്ക് ഒരു ഷോക്ക് കൊടുക്കേണ്ടി വരില്ലേ, കാലിലേക്ക് അങ്ങനെ ഉയർത്തിപ്പിടിച്ച് ചിലപ്പോ എന്താണ് ചൂടാക്കി കൊടുക്കാറില്ലേ, ഈ പെട്ടെന്ന് BP ഒക്കെ കൂടുന്ന ആളുകൾക്ക് കണ്ടിട്ടുണ്ടോ? നമുക്ക് കാലൊക്കെ ഉയർത്തിപ്പിടിച്ച് അല്ലെങ്കിൽ കൈയൊക്കെ ഇതാക്കി ഇങ്ങോട്ട് അവർക്ക് ചൂട് കൊടുക്കാറുണ്ടോ? ഏ ഉണ്ടല്ലേ. അപ്പൊ എന്താണ്, ചിലപ്പോ എന്താണ് എലിവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ലെഗ്സുകള്, കാലുകള് ഉയർത്തിപ്പിടിക്കുക. ഇതൊക്കെയാണ് സ്റ്റാർട്ടില്. നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട് കേട്ടോ. നോക്കിയേ,
സ്റ്റാർട്ട് ട്രയേജ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എന്താണ് ആ പേഷ്യൻസിന്റെ ആദ്യം നോക്കുന്നത് എന്താണ്? ഈ പേഷ്യന്റ് ബ്രീത്തിങ്, പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ അല്ലെ, ശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ. ബട്ട് ഫസ്റ്റ് വരുന്നത് ബ്രീത്തിങ് ഇല്ല. ഇപ്പൊ പേഷ്യൻസിന് ബ്രീത്തിങ് ഇല്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? ശ്വസനം ഇല്ലെങ്കിൽ അവരുടെ എയർവേ ഓപ്പൺ ചെയ്യണം അല്ലെ. എയർവേയിൽ വന്ന എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടാണോ അവർ ബ്രീത്തിങ് ചെയ്യാത്തത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ആ എയർവേ ഓപ്പൺ ചെയ്യണ്ടേ? ഓപ്പൺ പേഷ്യൻസ് എയർവേ അല്ലെ. അതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ വെച്ച് കാണിട്ട് ആ പേഷ്യൻസിന്റെ എയർവേ വായുസഞ്ചാര മാർഗം ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് എന്ത് നോക്കുന്നുണ്ട്? ഈസ് പേഷ്യൻസ് ബ്രീത്തിങ്, പേഷ്യന്റ് ശ്വസിക്കുന്നുണ്ടോ അല്ലെ. അപ്പൊ അവരെ വായുസഞ്ചാര മാർഗം എയർവേ ഒക്കെ ഓപ്പൺ ചെയ്തിട്ടും ആ പേഷ്യന്റിന് ശ്വസനമില്ല, ബ്രീത്തിങ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മരിച്ചിട്ടുണ്ട് അല്ലെ, ഡെഡ് ആണ് അല്ലെ. ഈസ് പേഷ്യന്റ് ഓപ്പൺ പേഷ്യന്റ് എയർവേ, പേഷ്യൻസിന്റെ എയർവേ ഓപ്പൺ ചെയ്തിട്ടും അവർക്ക് ശ്വസനമില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അവർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. യെസ്, ഇപ്പൊ നമ്മ എയർവേ ഓപ്പൺ ചെയ്ത് അവര് ശ്വസിക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ അവർക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ശ്വസനം വരുന്നുണ്ടെങ്കിൽ നമ്മ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിചരണം അവർക്ക് കൊടുക്കാം അല്ലെ. കെയർ ഇമ്മീഡിയറ്റ് അല്ലേ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വരുന്നത് നമ്മ ആദ്യം പറഞ്ഞത് എന്താണ്? പേഷ്യൻസ് ബ്രീത്തിങ്, നോയിലാണ് കേട്ടോ പോയത്. ഇനി പറയുന്നത് നമ്മ പേഷ്യൻസ് സ്റ്റാർട്ട് ട്രയേജ് കൊടുത്ത് പേഷ്യൻസ് ബ്രീത്തിങ് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് പേഷ്യൻസ് ബ്രീത്തിങ് ഉണ്ട് യെസ് ആണെങ്കിൽ എന്തൊക്കെ അവരുടെ ബ്രീത്തിങ്ങിന്റെ റേറ്റ് നോക്കാം അല്ലെ. മിസ് പറഞ്ഞു ഒരു നോർമൽ അഡൾട്ടിന്റെ റേറ്റ് 12 to 20 ആണ് അല്ലെ. അപ്പൊ അവരെ റേറ്റ്, ആ ബ്രീത്തിങ്ങിന്റെ ആ ഒരു റേറ്റ് എങ്ങനെയാണ്? 30ലും കുറവാണ്. കൂടുതലാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം? അവരുടെ ബ്രീത്തിങ് ഒരുപാടാണ് അല്ലെ. അപ്പൊ അവർക്ക് എന്തോ ഇഷ്യൂസ് ഇല്ലേ, അവർക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് അല്ലെ. ബ്രീത്തിങ് കൂടുതലാവുമ്പോ അപ്പൊ അവർക്ക് എന്തോ കൊടുക്കുക? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കെയർ കൊടുക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിചരണം കൊടുക്കുക. ബ്രീത്തിങ് 30ൽ കുറവാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കുക? അത് കഴിഞ്ഞിട്ട് അവർ എന്ത് നോക്കുക? ബ്രീത്തിങ് നോക്കി അവരുടെ ബ്രീത്തിങ് 30ൽ കുറവാണ്, അവരുടെ റേഡിയൽ പൾസ് പ്രസന്റ് ആണോ അല്ലയോ നോക്കുക. കനിമ വെച്ചിട്ട് അവരുടെ റേഡിയൽ പൾസ് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ റേഡിയൽ പൾസ് ഇല്ല, നോ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ നോ ആണ്, റേഡിയൽ പൾസ് പ്രസന്റ് അല്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? ബ്ലീഡിങ് ഒക്കെ ഇപ്പൊ എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റിയിട്ട് ബ്ലീഡിങ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ആദ്യം ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അവർക്ക് വേണ്ട ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഇപ്പൊ ബ്ലീഡിങ് ഇല്ല, പൾസും ഇല്ലെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കുക? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെ. ഇഞ്ചുറീസ് പറ്റിയിട്ട് ബ്ലീഡിങ് ആയവരെയും കൊണ്ടുവരും, ബ്ലീഡിങ് ഇല്ലാത്തവരെയും കൊണ്ടുവരും അല്ലെ. അപ്പൊ നമ്മൾ റേഡിയൽ പൾസ് നോക്കിയിട്ട് നോ ആണ്. അപ്പൊ ബ്ലീഡിങ് ഉള്ള പേഷ്യൻസിന്റെ ആണെങ്കിൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് വേണ്ട ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. അതല്ലാത്ത ബ്ലീഡിങ് ഇല്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട പരിചരണം പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഈസ് റേഡിയൽ പൾസ് പ്രസന്റ്, റേഡിയൽ പൾസ് ഉണ്ട് യെസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? അവരുടെ മെന്റൽ സ്റ്റാറ്റസ് നോക്കാം അല്ലെ. എന്താണ്? അസസ് മെന്റൽ സ്റ്റാറ്റസ് വിലയിരുത്തുക. ക്യാൻ പേഷ്യൻസ് ഫോളോ കമാൻഡ്സ്, എന്താണ്? ആ ഡോക്ടേഴ്സ് പറയുന്ന കമാൻഡ്സുകൾ, നിർദ്ദേശങ്ങൾ അവർ ഫോളോ ചെയ്യുന്നുണ്ടോ? നോ ആണെങ്കിൽ എന്താണ്? ഇപ്പൊ ഒരാള് ഡോക്ടർ പറയുന്ന കമാൻഡുകൾ പാലിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവർക്ക് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് അല്ലേ. അപ്പൊ അവർക്ക് എന്താണ്? ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക അല്ലെ, പെട്ടെന്ന് തന്നെ പരിചരണം കൊടുക്കുക. ഇപ്പൊ പേഷ്യൻസ് ഈ ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യാ? ഡിലേഡ് കെയർ, അവിടെ പരിചരണങ്ങൾ കുറച്ച് ഡിലേ ചെയ്താലും പ്രശ്നമില്ല. ഓക്കെ ആയോ? ഫ്ലോ ചാർട്ട് ഓക്കെ ആയോ? ഇനി ഒന്ന് വായിച്ചു നോക്കോ? എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയാൽ മിസ് എടുത്തത് വരും. എന്നിട്ട് മിസ് ഇനി ടേബിൾ എടുത്തു തരാം കേട്ടോ.
ഫ്ലോ ചാർട്ട് ആണോ ഒന്നുകൂടെ പറയേണ്ടത് ദൃശ്യ? ഫ്ലോ ചാർട്ട് ആണോ? ആണോ? ഓക്കെ. ആദ്യം സ്റ്റാർട്ട് ട്രയേജ്. ഇപ്പൊ നമ്മുടെ കാഷ്വാലിറ്റിയില് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ നമ്മ ട്രയേജ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആദ്യം അവര് ചെയ്യുന്നത് എന്താ? ആദ്യം ആ പേഷ്യൻസിന് ബ്രീത്തിങ് ഉണ്ടോ അല്ലെ, അത് ശ്വസനം ഉണ്ടോ നോക്കും. അപ്പൊ ഈ പേഷ്യൻസിന്റെ ബ്രീത്തിങ് നോക്കിയിട്ട് ആ പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നില്ല നോ ആണെങ്കിൽ എന്ത് ചെയ്യണം? അവരാ ഒരു വായു സഞ്ചാര മാർഗത്തിൽ എന്തൊക്കെയോ ബ്ലോക്കുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ് അല്ലെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ പേഷ്യൻസിന്റെ എയർവേ ഓപ്പൺ ചെയ്ത് കൊടുക്കാണ്. ഇപ്പൊ എയർവേ ഓപ്പൺ ചെയ്തിട്ട് ആ പേഷ്യന്റിന്റെ ബ്രീത്തിങ് നോക്കുന്നുണ്ട്. അപ്പൊ എയർവേ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടും ആ ഒരു പേഷ്യന്റ് ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ശ്വസനത്തിന് സഹായിക്കുന്ന പല അസിസ്റ്റൻസുകൾ അല്ലെ, പല കാര്യങ്ങളും ചെയ്തു, എന്നിട്ടും അവർ ശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മരണപ്പെട്ടിട്ടുണ്ട് അല്ലെ, ആണോ? ആണോ ദൃശ്യ? അപ്പൊ അവര് മരണപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇപ്പൊ നമ്മ എയർവേ ഓപ്പൺ ചെയ്ത് ആളൊരു ഡോക്ടർ അല്ലെങ്കിൽ അവിടുത്തെ ആളുകള് എയർവേ ഓപ്പൺ ചെയ്തിട്ട് ആ പേഷ്യൻസ് ബ്രീത്തിങ് ചെയ്തു. അപ്പൊ എന്താ കൊടുക്ക? അവർക്ക് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം അല്ലെ, പെട്ടെന്ന് തന്നെ ബാക്കി പരിചരണങ്ങൾ കൊടുക്കണ്ടേ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഈസ് പേഷ്യന്റ് ബ്രീത്തിങ്. ആദ്യം പേഷ്യന്റിന്റെ ബ്രീത്തിങ് നോക്കിയപ്പോ അവര് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. യെസ് ആണെങ്കിൽ ആ ബ്രീത്തിങ്ങിന്റെ റേഞ്ച് നോക്കുക. റേഞ്ച് നോക്കൂലേ, എത്രയുണ്ട് ഒരു മിനിറ്റില് അവര് എത്ര ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? 30-ൽ കൂടുതലാണെങ്കിൽ എന്ത് കൊടുക്കുക? അവർക്ക് ഇമ്മീഡിയറ്റ് അല്ലെ, നമുക്കറിയാം ഒരു നോർമൽ റേഞ്ച് ഉണ്ടല്ലോ, ഹാർട്ട് ബീറ്റിന് ഉണ്ട് അല്ലെ, നമ്മുടെ ഹാർട്ട് ബീറ്റിന്, ബിപിക്ക് അല്ലെ, ഷുഗറിന്, നമ്മുടെ ബ്രീത്തിങ്ങിനൊക്കെ ഒരു റേഞ്ച് ഉണ്ടോ? നോർമൽ റേഞ്ച് ഉണ്ടോ? അതിൽ കൂടാനോ കുറയാനോ പാടില്ല അല്ലെ, ആണോ? എന്തുപറ്റി? അപ്പൊ ഈ ബ്രീത്തിങ് 30-ൽ കൂടുതലാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കുക? അവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രോബ്ലംസ് ഉണ്ട് അല്ലെ, അപ്പൊ അവർക്ക് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. ഇപ്പൊ ബ്രീത്തിങ് 30-ൽ കുറവാണെങ്കിൽ നെക്സ്റ്റ് അവരെന്താ ചെയ്യേണ്ടത്? റേഡിയൽ പൾസ് ഉണ്ടോ അല്ലെ, ഒരു കയ്യുമ്മ പൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പൊ റേഡിയൽ പൾസ് നോ ആണ്, റേഡിയൽ പൾസ് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യുക? അവർക്ക് എന്തെങ്കിലും ബ്ലീഡിങ്ങുകൾ ഉണ്ടെങ്കിൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് വേണ്ട ഇമ്മീഡിയറ്റ് കെയർ അല്ലെ, ഇമ്മീഡിയറ്റ് പരിചരണങ്ങൾ കൊടുക്കുക. ഇപ്പൊ റേഡിയൽ പൾസ് പ്രസന്റ് ആണെങ്കിൽ അവരെ മെന്റൽ സ്റ്റാറ്റസ് ഇവാലുവേറ്റ് ചെയ്യുക, മെന്റൽ സ്റ്റാറ്റസ് വിലയിരുത്തുക. എന്നിട്ട് എന്തെങ്ങനെയാണ് മെന്റൽ സ്റ്റാറ്റസ് നോക്കുന്നത്? അവർക്ക് കമാൻഡ്സുകൾ കൊടുത്തിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെ, നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട്, അതല്ലെങ്കിൽ അവരോട് പേരൊക്കെ ചോദിക്കും. അപ്പൊ അവര് എന്താണ് ആ കമാൻഡ്സുകൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക? അവർക്ക് ഡിലേഡ് കെയർ അല്ലെ, പരിചരണം കുറച്ചു നേരം വൈകിയാലും അല്ലെ, കുറച്ച് ഡിലേ ആയാലും പ്രശ്നമില്ല. പക്ഷെ ആ കമാൻഡ്സുകൾ അവർ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കെയർ, പരിചരണം പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ ദൃശ്യ? ആ ചാർട്ട് ഒന്ന് നോക്കൊന്നുകൂടി കേട്ടോ, എന്നിട്ട് എന്തായാലും മിസ്സിനോട് പറ. ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് നോക്കിയേ. ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്സ്. ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട കോഡ്സുകൾ അല്ലെ, മിസ് പറഞ്ഞില്ലേ ഫസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേബിൾ പഠിക്കാനുണ്ടെന്ന്. ഫസ്റ്റ് വരുന്നത് കോഡ് റെഡ്. കോഡ് റെഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഫയർ, സ്മോക്ക് ഓർ ഏത് സമയത്താണ് നമ്മ എന്ത് കോഡ് റെഡ് അലേർട്ട് ചെയ്യുന്നതെന്ന് നോക്കിയേ. ഫയർ, smoke or the order of something burning, initiate code red team alert as per fire manual info 5000. എന്താണ്? ഇപ്പൊ ഒരു ഓടത്ത് എന്തെങ്കിലും തീപിടുത്തം ഉണ്ടായി, അതല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും പുക വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും കത്തുന്നതായിട്ടുള്ള സ്മെല്ല് വരില്ലേ, ഓർഡർ
സ്മെല്ല് വരുമ്പോ എന്ത് ചെയ്യുക, നമ്മ കോഡ് റെഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിഫോൺ ഓപ്പറേറ്റർ എന്താണ് ഫയർ മാനുവൽ നമ്പറിൽ 5000 വിളിച്ച് ഇൻഫോം ചെയ്യുക. നമ്മ വിളിക്കാറില്ലേ ആക്സിഡന്റ് എമർജൻസി ഒക്കെ വരുമ്പോൾ 101 വിളിക്കാറില്ലേ, 100 ആംബുലൻസിനോ ഫയറിനൊക്കെ വേണ്ടിയിട്ട് ഫയർ സ്റ്റേഷൻസ്. അതേപോലെ എന്താണ് നമുക്ക് എന്തെങ്കിലും എന്താണ് കത്തുന്നതായിട്ടോ അല്ലെ, സ്മോക്ക് കത്തുന്ന തീപിടുത്തം ഉണ്ടായത്, അതല്ലെങ്കിൽ എന്തെങ്കിലും പുക വരിക, അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും കത്തുന്നതായിട്ട് എന്തെങ്കിലും മണം വന്നു കഴിഞ്ഞാല് എന്താണ് കോഡ് റെഡ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ടീമിനെ അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഓരോ കോഡുമായി ബന്ധപ്പെട്ട് മിസ് പറഞ്ഞില്ലേ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുന്ന ഓരോ ടീം ഉണ്ടായിരിക്കും അല്ലെ. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ. അപ്പൊ എന്താണ് ആ കോഡ് റെഡ് ടീമിനെ നമ്മൾ അലേർട്ട് ചെയ്യണ്ടേ, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലെ, നിങ്ങളുടെ സേവനം ആവശ്യമാണ് അല്ലെ, സർവീസ് ആവശ്യമാണെന്ന് അവർക്ക് അലേർട്ട് കൊടുക്കണ്ടേ, കൊടുക്കണോ? അപ്പൊ അവരെ ആ ഒരു കോഡ് റെഡ് ടീമിനെ അലേർട്ട് ചെയ്യുക. അതെന്താണ് ആസ് പെർ ഫയർ മാനുവൽ അനുസരിച്ച് 5000 അല്ലെ, 5000 നമ്മ വിവരം അറിയിക്കുക, ഇൻഫോം ചെയ്യുക. നെക്സ്റ്റ് ഇതെന്താ പിന്നെ ചെയ്യുന്നത്, നോട്ടിഫൈ ദ ടെലിഫോൺ ഓപ്പറേറ്റർ ഫോളോ ദ റൈസ് പ്രോട്ടോകോൾ. എന്താണ് ടെലിഫോൺ ഓപ്പറേറ്റർ എന്താണ് ഫോളോ ചെയ്യുന്നത്, റൈസ് പ്രോട്ടോകോൾ അല്ലെ. അതായത് RAS ഈ നമ്മുടെ ഈ കോഡ് തീപിടുത്തം ഉണ്ടായാല് അത് അടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ് റൈസ് പ്രോട്ടോകോൾ. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. Which code is activated? Which protocol is activated? കോഡ് റെഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാം കേട്ടോ. അപ്പൊ റൈസ് പ്രോട്ടോകോൾ എന്താണ് ഫോളോ ചെയ്യുന്നു. അതില് 6 പറയുന്നത് എന്താണ്, റെസ്ക്യൂ അല്ലെ. നമ്മ എന്ത് ചെയ്യണം, രക്ഷാപ്രവർത്തനം ചെയ്യണ്ടേ. ഇപ്പൊ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തണ്ടേ, രക്ഷാപ്രവർത്തനം നടത്തണം അല്ലെ. ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, everyone from immediate danger അല്ലെ. അവിടെ റിമൂവ് everyone from immediate danger. എന്താണ് ആ തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് നിന്ന് നമ്മൾ എല്ലാ ആളുകളെ റിമൂവ് ചെയ്യണം അല്ലെ, മാറ്റണ്ടേ, പറ്റണോ? അങ്ങനെയല്ലേ ആദ്യം ചെയ്യാറ് എല്ലാ. അപ്പൊ ആദ്യം ചെയ്യുന്നത് റെസ്ക്യൂ രക്ഷാപ്രവർത്തനം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു തീപിടുത്തം ഉണ്ടായ ഏരിയയിൽ നിന്ന് എല്ലാ ആളുകളെയും റിമൂവ് ചെയ്യുന്നു. രണ്ടാമത് വരുന്നത് ആക്ടിവേറ്റ് എ ഫയർ അലാം അല്ലെ. എന്താണ് എല്ലാ ഭാഗത്തുള്ള ആളുകളെ നമ്മ ഇൻഫോം ചെയ്യണ്ടേ, അലേർട്ട് ചെയ്യണ്ടേ, ഈ ഒരു ഭാഗത്ത് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അല്ലെ. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ആക്ടിവേറ്റ് എ ഫയർ അലാം. നമുക്കൊരു അലാം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവൂലേ, നമ്മ ആംബുലൻസ് പോണത് അല്ലെങ്കിൽ പോലീസിന്റെ ആ ഒരു വെഹിക്കിൾ പോണത് അല്ലെങ്കിൽ ഫയർ എഞ്ചിൻ പോണതൊക്കെ നമ്മ എങ്ങനെയാ മനസ്സിലാക്കുന്നത്, ഇത് ഫയർ എഞ്ചിൻ ആണ്, ഇത് ആംബുലൻസ് ആണ് എന്ന് മനസ്സിലാക്കുന്നത് എന്ത് വെച്ചാണ്, ആ ഒരു അലാം കേട്ടല്ലേ, സൈറൻ അല്ലെ, ആ ഒരു വണ്ടിയുടെ അലാം കേട്ടിട്ടല്ലേ. അപ്പൊ അതേപോലെ എന്താണ് ഇങ്ങനെ കോഡ് റെഡ് അലേർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു ഏരിയയിലെ ആളുകളെ, ഈ തീപിടുത്തമുണ്ടായ ഏരിയയിലെ ആളുകളെ മാത്രം ഇൻഫോം ചെയ്താൽ മതിയാവും. പോരാല്ലേ, എന്താണ് തീ എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യൂ അല്ലെ, ഒരു ഏരിയയിൽ നിന്ന് മറ്റു ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുമല്ലോ. അപ്പൊ എന്താണ് മറ്റു ഏരിയയിലുള്ള ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടി, ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫയർ അലാം ആക്ടിവേറ്റ് ചെയ്യുക. നെക്സ്റ്റ് സി കൺഫൈൻ സ്മോക്ക് ആൻഡ് ഫയർ ആൻഡ് ക്ലോസ് ഓൾ ഡോർസ്. എന്താണ് ഈ ഒരു തീ അല്ലെങ്കിൽ ആ ഒരു സ്മോക്ക് അല്ലെ, പുക നിയന്ത്രിക്കുന്നതിന് വേണ്ടി, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഡോറുകളും ക്ലോസ് ചെയ്യുക അല്ലെ. ഇപ്പൊ നമ്മ കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, പുകയൊക്കെ വന്നാൽ എന്ത് ചെയ്യും, എക്സോസ്റ്റ് ഇടും. കൂടാതെ നമ്മ അവിടുത്തെ ആ ഡോറ് ക്ലോസ് ചെയ്തിടും മറ്റേരിയയിലേക്ക് വരാതിരിക്കാനായിട്ടാ. ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോ അല്ലേ, ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോ അങ്ങനെയല്ലേ ചെയ്യാറ്, ആ ഒരു പുക മറ്റേരിയസിലേക്ക് പോകാതിരിക്കാൻ അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് ഈ സ്മോക്ക്, ഈ ഒരു പുക അല്ലെങ്കിൽ ഈ ഒരു തീ മറ്റേരിയസിലേക്ക് ഇതാവാതിരിക്കാൻ എല്ലാ ഡോസുകളും ക്ലോസ് ചെയ്യുക.
പിന്നെ എന്താണ് ഈ എക്സ്റ്റിംഗ്വിഷ് ദ ഫയർ ഇഫ് പോസിബിൾ. എന്താണ് നമുക്കൊണ്ട് പരമാവധി പറ്റും പോലെ നമ്മ തീ അണക്കാൻ നോക്കാം അല്ലെ, എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ നോക്കാം അല്ലെ. നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ, ഒരു സ്ഥലത്ത് തീപിടുത്തുണ്ടായാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഒഴിക്കും അല്ലെ, അത് അണയ്ക്കാൻ വേണ്ടിയിട്ട്. ആണോ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് അലേർട്ട്. അപ്പൊ റൈസ് മനസ്സിലായോ? ആറെന്ന് പറഞ്ഞാല് റെസ്ക്യൂ അല്ലെ, ആൻഡ് റിമൂവ് എവരിവൺ ഫ്രം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ. എന്താണ് രക്ഷാപ്രവർത്തനം നടത്തുക, അതിനു വേണ്ടിയിട്ട് എന്താണ് ആ ഏരിയയിലുള്ള എല്ലാ ആളുകളെയും അവിടെ നിന്ന് മാറ്റുക. രണ്ടാമത് അലാം ആക്ടിവേറ്റ് ചെയ്യുക. മൂന്നാമത്തേത് എന്താണ് സ്മോക്ക് അല്ലെ, അത് പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടി, കൺഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഡോറുകളെ ക്ലോസ് ചെയ്യുക. ഈ പറയുന്നത് എന്താണ് എക്സ്റ്റിംഗ്വിഷ് അല്ലെ, എന്താണ് തീ അണയ്ക്കുക. ദ ഫയർ ഇഫ് പോസിബിൾ, എന്താണ് കെടുത്തിക്കളയ, എക്സ്റ്റിംഗ്വിഷ് അല്ലെ, എന്താണ് നമുക്ക് പോസിബിൾ ആയ രീതിയിൽ, നമുക്ക് പറ്റുന്ന രീതിയിൽ എത്രയും വേഗം ആ ഫയർ കെടുത്തിക്കളയുക. നെക്സ്റ്റ് പറയുന്നത് നോട്ട് എന്ന് പറഞ്ഞിട്ട് അലേർട്ട് അതർ ബൈ ഷൗട്ടിംഗ് കോഡ് റെഡ്. നമുക്കറിയാം നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മ എങ്ങനെയാ മറ്റുള്ളവരെ അറിയിക്കുന്നത്? നമ്മുടെ വീട്ടുകളില് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് അലാമുണ്ടോ? അലാമുണ്ടോ മറ്റുള്ളവരെ വിവരം അറിയിക്കാൻ? ഇല്ല അല്ലെ, നമ്മ ഒച്ചത്തിൽ വിളിച്ചു പറയല്ലേ ചെയ്യുന്നത്, ഷൗട്ടിങ് അല്ലെ, വിളിച്ചു പോയി മറ്റുള്ള. അതേപോലെ എന്താണ് അലേർട്ട് അതേഴ്സ് ബൈ ഷൗട്ടിങ്. അപ്പൊ നമ്മൾ ഷൗട്ട് ചെയ്ത് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരെയും കൂടി അത് അറിയിക്കുക. നെക്സ്റ്റ് പറയുന്നത് ഇൻ അതർ ഏരിയാസ് ഓർ ഏരിയ away from the alarm location. അലാം ലൊക്കേഷൻ എന്താണ്, മറ്റു ഏരിയയിലുള്ളവർ എന്ത് ചെയ്യണം, അലാം വഴി അല്ലെ ആ ലൊക്കേഷനിലേക്ക് വിവരം അറിയിക്കുന്നുണ്ട്. ക്ലോസ് ഓൾ ഡോർസ് ആൻഡ് വിൻഡോസ് ഈവൻ ഇഫ് യു ആർ നോട്ട് ലൊക്കേറ്റഡ് ഇൻ ദ അലാം ഏരിയ. നമ്മ ആ ഒരു അലാം ഏരിയ, ആ ഒരു തീപിടുത്തം ഉണ്ടായ ഏരിയയിൽ അല്ലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു ഏരിയയിലെ എന്താണ് ഡോസുകളും വിൻഡോസ് അല്ലെ, വാതിലുകളും ജനലുകളും ക്ലോസ് ചെയ്യുക. വാച്ച് ഫോർ സൈൻസ് ഓഫ് ഫയർ ആൻഡ് സ്മോക്ക്. എന്താണ് ഈ ഫയർ അണച്ചിട്ടുണ്ടോ അല്ലെ, അങ്ങനെയൊക്കെ കാണിക്കുന്ന സൈൻ ബോർഡുകൾ ഉണ്ടാവും, സയൻസുകൾ ഉണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. നമ്മുടെ സ്മോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫയറിനെ കുറിച്ചുള്ള എന്താണ് സൈനുകൾ വാച്ച് ചെയ്യുക. നെക്സ്റ്റ് ഡു നോട്ട് യൂസ് എലിവേറ്റേഴ്സ്. നമ്മൾ പറയാറുണ്ട് അല്ലെ, എന്താണ് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല അല്ലെ, എലിവേറ്റേഴ്സ് ആണോ? അപ്പൊ എന്താ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എലിവേറ്റേഴ്സ് ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. റിപ്പോർട്ട് ടു ദ അസൈൻഡ് വർക്ക് ഏരിയ ആൻഡ് വെയിറ്റ് ഫോർ ദ ഇൻസ്ട്രക്ഷൻസ്. എന്താണ് നമ്മ ആ ഒരു ഏരിയ അതുമായി ബന്ധപ്പെട്ട ആളുകൾ, അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, അവരെ റിപ്പോർട്ട് ചെയ്യുകയും അവരെ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി, നിർദ്ദേശങ്ങൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യുക. ഇപ്പൊ നമുക്ക് ഒരു തീപിടുത്തം ഉണ്ടായാല് അത് അണയ്ക്കുന്നതിന് വേണ്ടി ട്രെയിനിങ്ങുകൾ കിട്ടിയ ആളുകൾ ഉണ്ടാവുമല്ലോ, തീ എങ്ങനെ അണയ്ക്കണം അല്ലെ, എന്തൊക്കെ പോസിബിൾ ആയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം അല്ലെ, ആണോ? എന്താണ് ആരൊന്നും പറയാത്തെ, എന്ത് പറ്റിന്ന് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ആളുകൾ അല്ലെ, റിപ്പോർട്ട്സ് ടു ദ അസൈൻഡ് വർക്ക് ഏരിയ, അതുമായി ബന്ധപ്പെട്ട് അല്ലെ, ഒരു തീപിടുത്തമായി ബന്ധപ്പെട്ട ആളുകളെ എന്ത് ചെയ്യുക, ആദ്യം റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ അവര് വരുമ്പോ പറയും അല്ലെ, നമുക്ക് തീ എത്രയും പെട്ടെന്ന് നടക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവര് പറഞ്ഞുതരില്ലേ. അപ്പൊ അവരെ ഇൻസ്ട്രക്ഷൻസിന്, നിർദ്ദേശങ്ങൾക്ക് എന്ത് ചെയ്യുക വേണ്ടി വെയിറ്റ് ചെയ്യുക. മറ്റേ ഫയർമാൻ സിനിമ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഫയർമാൻ, മമ്മൂട്ടിയുടെ ഫയർമാൻ അല്ലേ ആ സിനിമ, ഗ്യാസ് ലീക്കേജ് വന്നിട്ട് അല്ലേ, അതില് മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടർ, ആള് പറയുന്ന നിർദ്ദേശങ്ങൾ അല്ലെ, നല്ലൊരു മൂവിയാണ് അത് അല്ലെ, ഒരുപാട് മെസ്സേജസ് പറയുന്ന മൂവിയാണ് അല്ലെ അത്, ആണോ? അപ്പൊ മമ്മൂട്ടി ആ ഒരു ഇത് നോക്കി കാണിട്ട് തന്നെ പറയുന്നുണ്ട് അല്ലെ, ഗ്യാസ് ഇത്ര ഇതുവരെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, എവിടെ വരെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, അതാണ് അത് ആ ലീക്കേജ് മാറ്റുന്നതിനുള്ള മാർഗങ്ങളൊക്കെ പറയുന്നില്ലേ. എന്തുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്? എക്സ്പീരിയൻസ് അല്ലേ, ആ ഒരു എക്സ്പീരിയൻസ് അല്ലേ, ട്രെയിനിങ്, എക്സ്പീരിയൻസ് അല്ലെ,
അപ്പൊ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ റിപ്പോർട്ട് ചെയ്യുകയും അവരെ ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, when using extinguisher to put out the fire. എന്താണ് നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലില് അല്ലെങ്കിൽ പമ്പുകളില് അല്ലെ, അല്ലെങ്കിൽ മോളുകളിലൊക്കെ കണ്ടിട്ടില്ലേ ഫയർ എക്സ്റ്റിംഗ്വിഷർ? ആ ഒരു എക്യുപ്മെന്റ് കണ്ടിട്ടില്ലേ, റെഡ് കളറില്ല? എന്നിട്ട് എന്ത് ചെയ്യുക? when using extinguisher to put out the fire. എന്താണ് നമ്മൾ ആ ഒരു എക്സ്റ്റിംഗ്വിഷർ ആ ഒരു ഫയറിന് നേരെ ഉപയോഗിക്കുക. അപ്പൊ എന്താണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്? പാസ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അതായത് ഈ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നതാണ് ആ ഒരു കോഡ്. അപ്പൊ എന്താണ് പാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പി പുൾ ദ പിൻ ആണ് കേട്ടോ. PM എന്നാണ് പ്രിന്റിൽ കിടക്കുന്നത്, PM അല്ല, പിൻ, PIN. കറക്റ്റ് ചെയ്തോ? അതും എന്തുണ്ടാവും, ഒരു പിന്ന് പോലെ അതും ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലെ, ആ ഒരു എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോസില് പോലെ വെച്ചിട്ട് ഇല്ലേ, കണ്ടിട്ടില്ലേ? നമ്മുടെ സൈക്കിളിന്റെ പമ്പ് അടിക്കുന്ന ആ ഒരു ഇത് കണ്ടിട്ടുണ്ടോ? അതുമ്മത്തെ ആ വയർ എങ്ങനെയാണ്, അതുമ്മ തന്നെ ഒരു സാധനം ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചേക്കല്ലേ? അതേപോലെ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറും ഉണ്ടാവും അല്ലെ, ഒരു പിൻ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ ആ പിന്നു പൂര അല്ലെ വലിച്ചതുമെന്ന് പുള്ള ചെയ്തെടുക്കുക. എന്നിട്ട് എ എന്ന് പറയുന്നത് എയിം ദ നോസ്, എയിം ആണ് കേട്ടോ. എയിൻ എന്നാണ് എഴുതിയേക്കുന്നത്, എയിനല്ല, എയിം. എന്നിട്ട് നമ്മ ആ ഒരു എവിടെയാണോ തീ പിടിച്ചത് അവിടേക്ക് ആ നോസിൽ ആ ഒരു ഭാഗം എയിം ചെയ്തിക്കണ്ടേ, ലക്ഷ്യം വെക്കണ്ടേ? നമ്മ വേറെ സ്ഥലത്തേക്കൊക്കെ അത് ഉപയോഗിക്കാൻ പാടുണ്ടോ ഫയർ എക്സ്റ്റിംഗ്വിഷർ? നമ്മ കറക്റ്റ് ആ ഫയർ അല്ലെ, തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് തന്നെയല്ലേ എയിം ചെയ്യേണ്ടത്, ലക്ഷ്യം വെക്കേണ്ടത്, എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടി എയിം ദ നോസിൽ എയിം ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് സ്ക്യൂസ് ദ ഹാൻഡിൽ. ഹാൻഡിൽ എന്ത് ചെയ്യാ? ഞെക്ക അല്ലെ, അങ്ങനെയല്ലേ ചെയ്യുന്നത്? സ്ക്യൂസ് എന്ന് പറഞ്ഞാല് എസ് എന്ന് പറയുന്നത് സ്ക്യൂസ് ദ ഹാൻഡില് ഞെക്ക. ആൻഡ് എസ് സ്വീപ് ഇൻ എ സൈഡ് ടു സൈഡ് മോഷൻ. എന്താണ് നമ്മ ആ ഒരു ഹാൻഡിൽ ഞെക്കിയും കാണിട്ട് ആ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറിലുള്ള ആ ഗ്യാസ്, ആ ഒരു വാതകം എല്ലാ ഭാഗത്തേക്ക് എത്തിച്ചു കൊടുക്കണ്ടേ, സ്പ്രെഡ് ചെയ്യിക്കണ്ടേ? ക്ലിയർ ആയോ? അത് പാസ് എന്നുള്ളത് പുൾ ദ പിൻ, പിന്നെ വലിച്ചെടുക്കുക. നെക്സ്റ്റ് പറയുന്നത് എയിം, അതുമുള്ള ഒരു നോസിൽ എയിം ചെയ്യുക. എവിടെയാണോ തീപിടുത്തം ഉണ്ടായത് ആ ഒരു പൊസിഷനിലേക്ക് എയിം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഹാൻഡിൽ അല്ലെ, പിടിക്കുന്ന അവിടെ ഒരു ഹാൻഡിൽ പോലെ ഉണ്ടാവും, അത് സ്ക്യൂസ് ഞെക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും അത് സ്പ്രെഡ് ചെയ്യുക, സൈഡ് ടു സൈഡ് മോഷൻ അല്ലെ, എല്ലാ ഏരിയാസിലേക്കും അത് സ്പ്രെഡ് ചെയ്യിക്കുക, എത്തിക്കുക. ക്ലിയർ ആയോ? ഇത് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് കോഡ് പിങ്ക്. കോഡ് പിങ്ക് എന്താണെന്ന് നോക്കിയേ. കോഡ് പിങ്ക് ഈസ് ആക്ടിവേറ്റഡ് when an infant or child is confirmed missing from the NICU, labor room, ward or from the pediatric floor. എപ്പോഴാണ് കോഡ് പിങ്ക് അലേർട്ട് ചെയ്യുന്നത്? നമ്മുടെ NICU അല്ലെ, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, ചെറിയ കുഞ്ഞുങ്ങളെ കിടത്തുന്ന ഏരിയ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള NICUവിൽ നിന്നോ അല്ലെങ്കിൽ ലേബർ റൂം അല്ലെ, പ്രസവ റൂമുകളിൽ നിന്നോ അല്ലെങ്കിൽ ലേബർ വാർഡുകളിൽ നിന്നോ അല്ലെങ്കിൽ പീഡിയാട്രിക് ഫ്ലോറുകളിൽ നിന്നോ ആരെ മിസ്സാവാണ്? ഒരു ഇൻഫാന്റിനെയോ ഒരു ചെറിയ കുഞ്ഞിനെയോ അല്ലെങ്കിൽ ചൈൽഡിനെയോ മിസ്സാവുമ്പോഴാണ് കോഡ് പിങ്ക് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സംഭവിക്കാം അല്ലെ, നമ്മ ന്യൂസിലൊക്കെ കാണാറുണ്ട് അല്ലെ, കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ ഹോസ്പിറ്റലിലെ വാർഡിൽ നിന്ന് അല്ലെങ്കിൽ ലേബർ റൂമിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ളതല്ലേ. അപ്പൊ ആ ഒരു സമയത്ത് അപ്പൊ കുഞ്ഞിനെ മിസ്സായിട്ടുണ്ടെന്ന് അവർക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടുമ്പോ അവര് അലേർട്ട് ചെയ്യുന്നതാണ് കോഡ് പിങ്ക്. നെക്സ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പൊ ചെയ്യുന്നത്? അപ്പോൾ ലേണിംഗ് ഓഫ് ആൻ ഇൻഫാന്റ് ഓർ ചൈൽഡ് മിസ്സിംഗ്, notify the security supervisor
1745 immediately. എന്താണ് 1745 എന്നുള്ള നമ്പറില് സെക്യൂരിറ്റി സൂപ്പർവൈസറിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് കാണാതെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഫാന്റിനെ കാണാതെ മിസ്സായിട്ടുണ്ട് എന്നുള്ള കാര്യം വിവരം അറിയിക്കുക. നെക്സ്റ്റ് പറയുന്നത് സെക്യൂർ ദ ഇമ്മീഡിയറ്റ് ഏരിയ ഇഫ് പോസിബിൾ, allow no one to enter or exit until the arrival of security staff. അവിടുത്തെ ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെയും എന്ത് ചെയ്യുക, ആ ഒരു ഏരിയ എന്ത് ചെയ്യുക, സെക്യൂർഡ് ആക്കുക അല്ലെ, സുരക്ഷിതമാക്കുക അല്ലെ. ഇപ്പൊ എന്താണ്, ഇപ്പൊ ലേബർ റൂമിൽ നിന്നാണ് അല്ലെങ്കിൽ ലേബർ വാർഡിൽ നിന്നാണ് പോയതെങ്കിൽ എന്താ, അവിടെ നിന്ന് പിന്നെ ഒരാളെ പുറത്തേക്കോ അകത്തേക്കോ കയറ്റിവിടാൻ പാടുണ്ടോ? ആ ഒരു ഏരിയ സെക്യൂർഡ് ആക്കുക അല്ലെ, സുരക്ഷിതമാക്കുക. ഒരാളെയും പുറത്തേക്കോ അകത്തേക്കോ കയറ്റിവിടാതെ സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെയും ആ ഒരു ഏരിയ പ്രൊട്ടക്ട് ചെയ്യുക, സുരക്ഷിതമാക്കുക. നെക്സ്റ്റ് ചെക്ക് എവിടെയൊക്കെ നോക്കാൻ, എന്നിട്ട് ചെക്ക് സ്റ്റെയർവേസ്, ലോഞ്ചസ്, വെയിറ്റിംഗ് റൂംസ് ആൻഡ് റെസ്റ്റ് റൂം. എന്താണ്, ആ ഒരു കുഞ്ഞ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അല്ലെ, നമ്മൾ സ്റ്റെയർവേസിന്റെ അവിടെ, സ്റ്റെപ്പിന്റെ അവിടെ, ലോഞ്ചസ് വിശ്രമ മുറിയില്, വെയിറ്റിംഗ് ഏരിയാസില്, റെസ്റ്റ് റൂമിലേക്ക് ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. അതൊക്കെയല്ലേ. നെക്സ്റ്റ്, question anyone carrying a large duffel bag, packages and trying to conceal an object under their clothing. എങ്ങനെയുള്ളവരൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ലാർജ് ഡഫൽ ബാഗ്. ഡഫൽ ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസഞ്ചർ ബാഗില്ലേ, വലിയ ബാഗുകള്, നമ്മുടെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോകുന്ന വലിയ, കണ്ടിട്ടുണ്ടോ? ഡഫൽ ബാഗ്, പാസഞ്ചർ ബാഗുകൾ അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ബാഗുകളിലെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവരാറില്ലേ? ട്രോളി പോലത്തെ ഉണ്ട് അല്ലെ, ട്രോളി പോലത്തെ ബാഗുകളുണ്ട്, മറ്റു ബാഗുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലാർജ് ഡഫൽ ബാഗുകൾ കൊണ്ടുപോകുന്ന ആരെയോ, അതല്ലെങ്കിൽ എന്താണ് പാക്കേജസ്, വലിയ പാക്കേജുകൾ അല്ലെ, വലിയ എന്താണ് പാക്കേജുകൾ, പാക്കിംഗ് ഉള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതോ, അതല്ലെങ്കിൽ ആൻഡ് ട്രൈ ടു കൺസീൽ ആൻ ഒബ്ജക്ട് അണ്ടർ ദെയർ ക്ലോത്തിങ്, ആരെങ്കിലും അവരുടെ ഡ്രസ്സിന്റെ അടിയിൽ, ക്ലോത്തിന്റെ അടിയിൽ എന്തെങ്കിലും ഒളിപ്പിക്കുന്നതായിട്ട് തോന്നുകയോ ആണെങ്കിൽ അവരൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇപ്പൊ ചെറിയ കുഞ്ഞാണെങ്കിൽ നമുക്ക് ബാഗിലിട്ട് കൊണ്ടുപോകാലോ, അത് അവര് എന്താണ് തട്ടിക്കൊണ്ട് പോവാണ്, അവരെടുത്തു കൊണ്ടുപോകുകയാണെങ്കിൽ അവർക്ക് ആ ഡഫൽ ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോവാലോ. അല്ലെങ്കിൽ പാക്കേജസ് ആയിട്ട് അല്ലെ, പൊതികളായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിന്റെ അടിയിൽ മറച്ചിട്ട് കൊണ്ടുപോവാലോ. നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യാ, ക്വസ്റ്റ്യൻ ചെയ്യാ അല്ലെ, ചോദ്യം ചെയ്യുക. In the event that someone is observed that fits into the above category, ഇങ്ങനെയുള്ള ആ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിൽ പെടുന്ന ആരെങ്കിലും ഈ ഇവന്റിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ, കോൾ സെക്യൂരിറ്റി ആൻഡ് ഡു നോട്ട് ലോസ് സൈറ്റ് ഓഫ് ദി പേഴ്സൺ. എന്ത് ചെയ്യാം, നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു വിവരം, ഇങ്ങനെ ഒരാള് വലിയ ബാഗായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാള് നമ്മൾ അവരുടെ ഡ്രസ്സിന്റെ അടിയിൽ എന്തൊക്കെയോ മറക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി സൂപ്പർവൈസർ വിളിച്ച് വിവരം അറിയിക്കുകയും നമ്മുടെ കണ്ണിൽ നിന്ന് ആള് മറിയുന്നത് വരെ അല്ലെ, മറിയാത്ത വിധം നമ്മൾ അവരെ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക അല്ലെ, നിരീക്ഷിക്കുകയും ചെയ്യുക. ക്ലിയർ ആയത്? അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്, നമുക്കറിയാലോ. അങ്ങനൊരു കാര്യം ആ ഒരു വാർഡിലോ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലുള്ള ആർക്കെങ്കിലും അങ്ങനെ ഒരു കാര്യം അവരുടെ അറിവിൽ പെട്ട് കഴിഞ്ഞാല് ആ ആളെന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ഓഫീസറോട് വിവരം പറയണം അല്ലെ. ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു വലിയ ബാഗായിട്ട് പോണ കണ്ടിട്ടുണ്ട് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക, അവരെന്ത് ചെയ്യുക, നമ്മ ഒബ്സർവ് ചെയ്യുക, അവരെങ്ങോട്ടാണ് പോകുന്നത് അല്ലെ. അങ്ങനെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയോ? If that suspected person attempt to leave the building prior to the arrival of security staffs or security officers, do attempt to shut the person in any way possible. എന്താണ്, ആ ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കാണ്. അറ്റംപ്റ്റ് ചെയ്യാണെങ്കിൽ എന്ത് ചെയ്യാൻ, നമുക്കൊണ്ട് പരമാവധി നമ്മ അവരെ ബ്ലോക്ക് ചെയ്യാൻ നോക്കാം അല്ലെ.
ആണോ? അവരെ പോകാൻ അനുവദിക്കാതെ നമ്മൾ ബ്ലോക്ക് ചെയ്യുക. ഇഫ് ദ പേഴ്സൺ ഡസ് ഗെറ്റ് ഇൻടു എ വെഹിക്കിൾസ്, ഗെറ്റ് എ ഗുഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ വെഹിക്കിൾ ആൻഡ് ദ വെഹിക്കിൾ നമ്പർ ആൻഡ് നോട്ടിഫൈ സെക്യൂരിറ്റി അല്ലെ. എന്താണ് നമുക്ക് അവർ പെട്ടെന്ന് നമ്മുടെ കണ്ണു വെപ്പിച്ച് ഒരു വണ്ടിയിൽ കയറി പോകുകയാണെങ്കിൽ നമ്മ വണ്ടീനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നോക്കി വെക്കാൻ അല്ലെ. വണ്ടിയുടെ കളർ എന്താണ് അല്ലെ, മോഡൽ എന്താണ്, വണ്ടിയുടെ നമ്പർ എന്താണ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ടിഫൈ ചെയ്തിട്ട് സെക്യൂരിറ്റി സ്റ്റാഫിനെ വിവരം അറിയിക്കുക. ക്ലിയർ ആയോ? എന്താ ഓക്കെ ആയോ? സിമ്പിൾ അല്ലേ? ഓക്കെ ആണോ അത്? ഓക്കെ. നെക്സ്റ്റ് കോഡ് ഓറഞ്ച്. കോഡ് ഓറഞ്ചിൽ പറയുന്നത് ഹസാർഡസ് മെറ്റീരിയൽസ് സ്പില്ല്. എന്താണ്? ഹാനികരമായ മെറ്റീരിയൽസിന്റെ ചോർച്ച സംഭവിക്കുക. സ്പില്ലേജ് വേസ്റ്റ് പഠിച്ചാലേ അതിലൊരുപാട് ഹസാർഡസ് പറയുന്നുണ്ട് അല്ലെ. ഹാനികരമായ വേസ്റ്റുകള്, മെർക്കുറി, ഗ്യാസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹസാർഡസ് കെമിക്കൽസ് എന്തെങ്കിലും ചോർച്ച സംഭവിക്കുക. കെമിക്കൽ സ്പിൽ ഏതാണ്? കെമിക്കൽസിന്റെ ചോർച്ച സംഭവിക്കുക, മെർക്കുറിയുടെ ചോർച്ച സംഭവിക്കുക, ഗ്യാസ് ലീക്കേജ് സംഭവിക്കുക അല്ലെ. നമ്മൾ പറഞ്ഞു മെഡിക്കൽ ഗ്യാസിൽ പലതരത്തിലുള്ള 7 തരത്തിലുള്ള ഗ്യാസുകൾ അല്ലെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് പഠിച്ചോ? നൈട്രസ് ഓക്സൈഡ്, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ അല്ലെ. ആണോ? എന്ത് പറ്റി? അപ്പൊ അങ്ങനെയുള്ള ഗ്യാസ് ലീക്കേജ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഹസാർഡസ് ഡ്രഗ് സ്പിൽ അല്ലെ, ഹസാർഡസ് ആയിട്ടുള്ള മരുന്നുകളുടെ ചോർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എക്സെട്ര, അപ്പോഴൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഡ് ഓറഞ്ച് അലേർട്ട് ചെയ്യുന്നത് ഹോസ്പിറ്റലില്. ഹസാർഡസ് മെറ്റീരിയൽ സ്പിൽ റിക്വയർസ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ ഓഫ് ദി എൻവയോൺമെന്റ് അല്ലെ. എന്താണ് ഹസാർഡസ് മെറ്റീരിയൽസ്? ചോർച്ച, ഹാനികരമായ എന്തെങ്കിലും വസ്തുക്കളുടെ ചോർച്ച വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്യണം അല്ലെ. അതിനുവേണ്ടി ശ്രദ്ധ കൊടുക്കണോ, അറ്റൻഷൻ കൊടുക്കണോ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും അല്ലെ. പരിസ്ഥിതിയില് അത് കണ്ടാമിനേഷൻ നടത്തോ, മലിനീകരണം ഉണ്ടാക്കോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കെമിക്കൽസിന്റെ എന്തെങ്കിലും ചോർച്ച സംഭവിച്ചാല് പെട്ടെന്ന് തന്നെ അതിനു വേണ്ട ശ്രദ്ധ, ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുവേണ്ടി ശ്രദ്ധ കൊടുക്കുക. എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത്? ഇഫ് ദ സ്പിൽ ഈസ് ഇൻ യുവർ വർക്ക് ഏരിയ, റിമൂവ് ദ പേഷ്യൻസ് ഫ്രം ദ ഏരിയ ഇമ്മീഡിയറ്റ്ലി. അപ്പൊ നമ്മ വർക്ക് ചെയ്യുന്ന ഏരിയാസിലാണ് ഇങ്ങനെയുള്ള സ്പില്ല് അല്ലെ ചോർച്ച സംഭവിച്ചതെങ്കിൽ അവിടെയുള്ള പീപ്പിൾസിനെ അല്ലെ, നമുക്കറിയാം അവിടെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഉണ്ടാവും അല്ലെ, വിസിറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയും പേഷ്യൻസിനെയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റുക. നെക്സ്റ്റ്, കോൾ ദ ഓപ്പറേറ്റർ ടു ഇനീഷ്യേറ്റ് ദ കോഡ് ഓറഞ്ച്. എന്താണ്? നമ്മുടെ ടെലിഫോൺ ഓപ്പറേറ്ററെ വിളിച്ച് പെട്ടെന്ന് തന്നെ എന്താണ് കോഡ് ഓറഞ്ച് അലേർട്ട് ചെയ്യാനായി പറയുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, അലേർട്ട് അതേഴ്സ് ഇൻ ദ ഏരിയ. നമ്മൾ പറഞ്ഞു എന്തുണ്ടായാലും ആ ഒരു ഭാഗത്തുള്ളവരെ മാത്രമാണോ അലേർട്ട് ചെയ്യേണ്ടത്? നമുക്കറിയാം ഈ ഗ്യാസ് ലീക്കേജ് അല്ലെങ്കിൽ കെമിക്കൽ ലീക്കേജസ് ഒക്കെ വന്നാൽ എന്താണ് മറ്റുള്ള സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യല്ലേ. നമ്മ ഫസ്റ്റ് തന്നെ മേജർ ഡിസാസ്റ്റേഴ്സ് പഠിച്ചു. ഗ്യാസ് എന്താണ്? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അല്ലേ, ആണോ? അതെന്താണ്? സ്പ്രെഡ് ചെയ്തിട്ടല്ലേ ആ ഒരു ഏരിയയിലേക്ക്, മൊത്തം ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടല്ലേ ആ ഒരു അപകടം ഉണ്ടായത്. അപ്പൊ ഇത് മറ്റ് ഏരിയാസിലുള്ള ആളുകളെ എന്ത് ചെയ്യുക? അലേർട്ട് ചെയ്യുക അല്ലെ, ജാഗ്രതരാക്കുക. കൺഫൈൻ ദ സ്പിൽ ഇഫ് പോസിബിൾ ടു ഡു ഇറ്റ് ഇസ് സേഫ്ലി. എന്താണ്? നമ്മ ഈ ഒരു ഇത് പരിമിതപ്പെടുത്തുക അല്ലെ, ഈ ഒരു ചോർച്ച പെട്ടെന്ന് തന്നെ സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് പരിമിതപ്പെടുത്തുക. കർഡൺ ഓഫ് ദ ഏരിയ ആൻഡ് പോസ്റ്റ് വാർണിംഗ് സൈൻസ്. എന്താണ്? ആ ഒരു ഏരിയ നമ്മൾ കൺട്രോൾ ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം റോഡ് റിപ്പയറിംഗ് ഒക്കെ നടത്തില്ലേ, അപ്പൊ അവരെന്ത് ചെയ്യും? അതിന് ചുറ്റും ഇങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചുറ്റും തിരിക്കാറുണ്ടോ?
സൈൻ ബോർഡുകളൊക്കെ വെച്ച് തിരിക്കും അല്ലെ ആ ഒരു ഏരിയയില്. അതേപോലെ ഈ ഒരു ഏരിയ എവിടെയാണോ ആ ഒരു ലീക്കേജ് സംഭവിച്ചത് അത് മറ്റുള്ളവരെ പെട്ടെന്ന് അവർക്ക് ആ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു ഏരിയ ആവശ്യമായിട്ടുള്ള വാർണിംഗ് സൈനോട് കൂടി കൺട്രോൾ ചെയ്യുക. ഡു നോട്ട് അറ്റംപ്റ്റ് ടു ക്ലീൻ അപ്പ് എനി സ്പിൽ വിത്തൗട്ട് അപ്രോപ്രിയേറ്റ് PPE. എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള അല്ലെ ശരിയായ രീതിയിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഇടാതെ നമ്മൾ യൂസ് ചെയ്യാതെ നമ്മൾ ആ ഒരു സ്പില്ല് ക്ലീൻ ചെയ്യാനായിട്ട് പാടില്ല. യൂസ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആഫ്റ്റർ ക്ലീൻ അപ്പ് യൂസ് ആൻഡ് അപ്രോപ്രിയേറ്റ് സ്പിൽ കിറ്റ്. എന്താണ് നമ്മൾ ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള അല്ലെ ഓരോ സ്പില്ലിനനുസരിച്ചിട്ടുള്ള എന്താണ് PPE കിറ്റുകൾ സ്പിൽ കിറ്റുകൾ ധരിക്കുക. ആഫ്റ്റർ ക്ലീൻ അപ്പ് ഡിസ്പോസ് ഓഫ് ഓൾ PPE ആൻഡ് സ്പിൽ മെറ്റീരിയൽസ് ആസ് ഹസാർഡസ് വേസ്റ്റ്. എന്ത് ചെയ്യണം അതൊരു ക്ലീനിങ് ആ ഒരു ക്ലീനിങ് പർപ്പസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പില്ലുകൾ അല്ലെങ്കിൽ ആ PPEകൾ എന്ത് ചെയ്യണം കറക്റ്റ് രീതിയിൽ ഡിസ്പോസ് ചെയ്ത് കളയണം അല്ലെ നിർമ്മാർജ്ജനം ചെയ്യണ്ടേ അല്ലെങ്കിൽ അതിൽ നിന്ന് വീണ്ടും അപകടങ്ങൾ ഉണ്ടാവാം അല്ലെ ആ ഒരു PPEയിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്പിൽ മെറ്റീരിയൽസിൽ നിന്ന് വീണ്ടും കണ്ടാമിനേഷൻസ് ഒക്കെ വരാലോ റിസ്കുകൾ വരാം ഇൻഫെക്ഷൻസ് വരാം അല്ലെ ഇൻഫെക്ഷൻസ് വരാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്തതിനു ശേഷം ശരിയായ രീതിയിൽ ഈ ഒരു സ്പില്ലുകൾ അല്ലെങ്കിൽ PPE കിറ്റുകളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുക. ഓക്കെ ആയത്? ഓക്കെ നെക്സ്റ്റ് പറയുന്നത് അക്കൗണ്ട് ഫോർ ഓൾ പീപ്പിൾസ് ഇൻ ദ ഏരിയാസ്. എന്താണ് ഇത് ആ ഏരിയയിലുള്ള എല്ലാ ആളുകളെയും ബാധിക്കുന്നുണ്ട് അല്ലെ ആണോ? അക്കൗണ്ട് ഫോർ ഓൾ പീപ്പിൾ ഇൻ ദ ഏരിയ അല്ലെ ആ ഒരു ഏരിയയിലുള്ള എല്ലാ ആളുകളെയും ബാധിക്കുന്നുണ്ട്. During the cleanup procedure, if the skin is contaminated, wash the area with the soap and water for at least 5 minutes or shower thoroughly. എന്താണ് നമ്മുടെ ആ ഒരു ക്ലീനിങ് പർപ്പസ് ക്ലീനിങ് പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഏരിയ നമ്മുടെ ഒരു സ്കിന്നിൽ എവിടെയെങ്കിലും ആ ഒരു സ്പില്ലേജിന്റെ ആ ഒരു കെമിക്കൽസിന്റെയോ അല്ലെങ്കിൽ ആ ഒരു ഗ്യാസിന്റെയോ എന്തെങ്കിലും നമ്മുടെ മേത്തേക്ക് തെറിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ എന്ത് ചെയ്യണം 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വെള്ളത്തിൽ കഴുകുക സോപ്പ് ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴുകുക അല്ലെങ്കിൽ ഷവർ ചെയ്യുക. നോട്ടിഫൈ ICA നഴ്സിംഗ് സൂപ്പർവൈസർ CMO if an accidental exposure occurs, seek medical help immediately. അങ്ങനെ ഒരു നമ്മുടെ സ്കിന്നിൽ തെറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെ അറിയിക്കുന്നത് ICA എന്ന് പറഞ്ഞാല് ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്. ചിലപ്പോ അത് ഇൻഫെക്ഷൻസ് ആവും അല്ലെ നമ്മുടെ മേത്തേക്ക് എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ ബേൺ ചെയ്യില്ലത് കൊള്ളില്ലേ കൊള്ളോ അപ്പൊ അത് എന്ത് ചെയ്യണം ചിലപ്പോ അത് ഇൻഫെക്ഷൻസ് ആവും അല്ലെ പിന്നീട് അത് ഇൻഫെക്ഷൻസ് ആവാം. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും തെറിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നഴ്സിംഗ് സൂപ്പർവൈസറെയും എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സിനെയും വിവരം അറിയിക്കുകയും എന്ത് ചെയ്യണം നമുക്ക് അതിനു വേണ്ട മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ അതിനു വേണ്ട പരിചരണം ട്രീറ്റ്മെന്റ് എടുക്കണ്ടേ പെട്ടെന്ന് തന്നെ. അപ്പൊ അതിനു വേണ്ട സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഇമ്മീഡിയറ്റ്ലി അതിനു വേണ്ട മെഡിക്കൽ ഹെൽപ്പ് പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? ഇന്നത്തെ ഭാഗം ഒക്കെയാണോ? ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. പിന്നെ ഇങ്ങനത്തത് കുറച്ചുള്ളൂ പിന്നെ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മിസ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് ആണ് കേട്ടോ. ഓക്കെ താങ്ക് യു. ഇന്ന് എന്ത് പറ്റി എല്ലാവരും കുറവാണല്ലോ?